യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതേ, സൃഷ്ടമാകുന്ന ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, അതും ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ, അതും തൻ്റെ നിർണയത്തോടുകൂടെ അഥവാ ഉദ്ദേശത്തോടുകൂടെ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്തയിലൂടെ നമ്മൾ തിരുവചനത്തിലുള്ള വിവിധ ഭാഗങ്ങളെ വിശദമായി പരിശോധിക്കുകയും ആ വിളി എത്രത്തോളം മഹത്വകരമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ശക്തമായി തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായ സന്ദേശമാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവത്തിന് നിത്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് വേണ്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുവല്ലോ, ദൈവം നമ്മെ മുന്നറിഞ്ഞു, ദൈവം നമ്മെ മുൻ നിയമിച്ചു, ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ നീതീകരിച്ചു, ദൈവം നമ്മെ തേജസ്കരിക്കുന്നു. ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ നിത്യതയുടെ പദ്ധതിയാണ്. ഇന്ന് നമ്മളിലൂടെ തന്നെ ഈ പദ്ധതിയുടെ തുടർച്ച നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ, ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആരെങ്കിലും ഇങ്ങനെയുള്ള ആ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരണം. അതിനുള്ള ദൈവത്തിൻ്റെ വിളി ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുക. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ വിളിയോട് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു ഭാഗ്യം, ആ ദൈവത്തിൻ്റെ വിളിയോട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നു മാത്രമല്ല, ദൈവം എന്നെ മുന്നറിഞ്ഞുവെന്നും ദൈവം എന്നെ മുൻ നിയമിച്ചുവെന്നും ദൈവം എന്നെ വിളിച്ചുവെന്നും ദൈവം എന്നെ നീതീകരിച്ചുവെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇനി എന്നിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവം എന്നെ തേജസ്കരിക്കും എന്നുള്ള വിശ്വാസമാണ്. ഇന്ന് ആത്മാവിനാൽ ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നുള്ളതും വളരെ പ്രസ്താവ്യമായ കാര്യമാണ്. ഇതൊക്കെയാണ് ദൈവം നമുക്ക് നൽകുന്നതായ ആത്മീകമായ സമ്പത്ത്. എഫേസ്യരോട് പൗലോസ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. സാധാരണയായിട്ട് നമുക്കറിയാം, പല ആളുകളും അവർ അനുഗ്രഹമെന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. ഈ ലോകത്തിൽ നല്ല വീട് ലഭിക്കുക, നല്ല വാഹനം ലഭിക്കുക, മക്കൾക്ക് നല്ല വിവാഹം ഉണ്ടാകുക, അവർക്ക് നല്ല ഭാവി ഉണ്ടാകുക, നല്ല ജോലി ഉണ്ടാകുക, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ആത്മീയമായ അനുഗ്രഹത്തിന് നമ്മൾ വളരെ വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നതും നിത്യതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും കഴിയുന്നതായ അനുഗ്രഹങ്ങളാണ് ആത്മീയമായ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ ഈ ലോകം കൊണ്ട് തീരും. നോക്കുക, ബന്ധങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നല്ലേ. ഒരുപക്ഷെ മരണത്താലായിരിക്കാം ബന്ധങ്ങൾ വേർപിരിയുന്നത്. പക്ഷെ അതിനു മുന്നമേ എത്രയോ ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകുന്നു, എത്രയോ ജീവിതങ്ങൾ തകർച്ചയിലാകുന്നു. പക്ഷെ ആത്മീയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടാമെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ടാണ് ദൈവം മറിയയെക്കുറിച്ച് മാർത്തയോട് പറഞ്ഞത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളോട് അപഹരിക്കുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയമായ അനുഗ്രഹത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ദൈവരാജ്യത്തിന്റെ ഒരു വലിയ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവത്തിൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൗതിക നന്മകളും നമ്മുടെ പുറകാലെ വന്നുകൊള്ളും. ദൈവമക്കൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം നമ്മെ മാനിപ്പാൻ വിശ്വസ്തനാണ്. പക്ഷേ പുതിയ നിയമത്തിന്റെ വലിയൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്തിനും നീതിക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തു പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ആദരിക്കുന്നതായ ദൈവമാണ്. അത് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു അതല്ലേ മാതൃക കാണിച്ചത്. യേശു എന്താണ് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചത്? യേശു പിതാവായി ദൈവത്തിനു മുമ്പാകെ തന്നെ സമർപ്പിച്ചു. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ഈ ഭൂമിയിൽ പിതാവായി ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലെ
യേശു ജീവിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനെ സകല നാമത്തിനും മീതെ ഇരുത്തി, അവനെ ഏറ്റവും ഉയർത്തി, അവനെ മാനിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് ആത്മീയമായ ഭൗതികമായ നന്മകൾ ദൈവം നൽകുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ വായിക്കുന്ന പോലെ തന്നെ, അവൻ നമ്മെ മുന്നറിഞ്ഞു, അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു, അവൻ നമ്മെ നീതീകരിച്ചിരിക്കുന്നു, അവൻ നമ്മെ തേജസ്കരിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തെയാണ് കൂടുതൽ ഊന്നി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ എന്താണ് ഈ വാക്യം നമ്മോട് പറയുന്നത്? ഈ വാക്യത്തിന്റെ ഘടനകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതേ കാര്യം തന്നെയാണ്. നിർണയപ്രകാരം, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവരായ ആളുകൾ, അവർ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവത്തിൽ ആണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച കൂട്ടായ്മയുടെ ഒരു ബന്ധമാണ്. യേശുക്രിസ്തു ലവോദിക്യ സഭയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട്, ആ വാതിലിൽ മുട്ടിക്കൊണ്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് കാണിക്കുന്നത് ലവിങ് ഗാഡ്, ലവിങ് ജീസസ്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത്താഴം കഴിക്കുന്നു എന്നുള്ളത് ആത്മീയമായിട്ടുള്ള ഫെലോഷിപ്പിനെയാണ് കാണിക്കുന്നത്. എനിക്ക് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാനും, അതേ യേശുക്രിസ്തു എന്നോട് സംസാരിക്കുന്നതായ അനുഭവങ്ങളും, അവൻ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നതായ അനുഭവങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ, നാമും കർത്താവ് യേശുക്രിസ്തുവും തമ്മിലുള്ള ആ ഫെലോഷിപ്പ്, ആ സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. നോക്കുക, ഈ സ്നേഹം എങ്ങനെയാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിലാണ്. അതായത് അവർ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ മക്കൾ നമ്മെ അനുസരിക്കുന്നു എന്നുള്ളത്. എന്നാൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ അവർ അനുസരിക്കാതിരുന്നിട്ട്, അവർ നമ്മളോട് പപ്പ ഐ ലവ് യു, മമ്മി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ, അവന്റെ വചനത്തെ പാലിക്കാതെ ലോർഡ് ഐ ലവ് യു, വി പ്രൈസ് യു, വി വർഷിപ്പ് യു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങൾ ആ പറഞ്ഞ വാചകങ്ങളെ സ്വീകരിക്കുമെന്നുള്ളത്? അതേസമയം തന്നെ നമ്മുടെ മക്കൾ നാം പറയുന്നത് കേട്ട് അനുസരിച്ചിട്ട് അവർ പറയാണ്, പപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഐ ലവ് യു മമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വാക്കുകളെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മളുടെ ആരാധന ദൈവം സ്വീകരിക്കണമെങ്കിൽ വാസ്തവമായിട്ടും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. പക്ഷെ പലപ്പോഴും ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ കാര്യം വരുമ്പോൾ നമ്മൾ പാരമ്പര്യങ്ങളെ ഓർക്കും. നമ്മൾ നമ്മളുടെ പിതാക്കന്മാരുടെ ആ പാരമ്പര്യങ്ങളെ, ക്രൈസ്തവരാണെങ്കിൽ പോലും അപ്പച്ചന്മാർ പഠിപ്പിച്ചതെന്നും ഒരു മാറ്റവും ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല, ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, വചനം എന്തു വേണേൽ പറഞ്ഞോട്ടെ, വചനത്തിനല്ല ഞങ്ങൾക്ക് പ്രാധാന്യമെന്ന് പല ആളുകൾ ചിന്തിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ പാരമ്പര്യമാണെങ്കിലും, എത്ര വലിയ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളോ കെട്ടുകഥകളോ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, വിശുദ്ധ വേദപുസ്തകം ഇതാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതേ കർത്താവ് പറയുന്നതിന് പ്രാധാന്യം കൊടുത്ത് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുന്നെങ്കിൽ, ഇവിടെ പറയുന്നു അവർക്ക് സംഭവിക്കുന്നതെല്ലാം തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതിനർത്ഥം ദൈവം അവരുടെ വിഷയങ്ങളിൽ ഇടപെടും എന്നുള്ളതാണ്. ഇവിടെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് സകലവും, അതായത് ഒരു വിഷയം മാത്രമല്ല ദൈവം നന്മയ്ക്കാക്കുന്നത്, എല്ലാ പ്രതികൂലങ്ങളും എനിക്കും നിങ്ങൾക്കും നന്മയായിട്ട് മാറും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്യം നമുക്ക് ഈ 8-ാം അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം കൂടെ ഞാൻ ഇന്ന് വായിച്ചിട്ട് ഇതിന്റെ ആ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നു ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നോക്കൂ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ഇതൊന്നിനും കഴിയത്തില്ല. അതായത് കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ആ ഫെലോഷിപ്പ്
ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാൽ പോലും ആ കഷ്ടതയുടെ നടുവിൽ ഞാൻ ദൈവത്തോട് പിണങ്ങി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറത്തില്ല. മറിച്ച് മറ്റൊരു വാക്യത്തിൽ നമ്മൾ കാണുന്ന പോലെ നമ്മളിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് എണ്ണുവാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ പൂർണ്ണമായി ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ജീവിതത്തിൽ നേരിടുന്നതായ വിഷമതകൾ, ഇതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം. നമുക്കൊക്കെ എത്രത്തോളം ആത്മീയമായിട്ടുള്ള അറിവുകളും നമുക്ക് ആത്മീയമായ അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആകപ്പാടെ വല്ലാത്തൊരു പരുവത്തിലായിത്തീരും. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ ഒരു വചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവയെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ തകരുകയില്ല, തളരുകയില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇടപെടുന്നതായ കർത്താവാണ്, ഈ വിഷയത്തെ എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുന്നവനായ ദൈവമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം പിടിച്ചു കുലുക്കിയതായ സംഭവങ്ങളും അത് ഇന്നും അതിൻ്റെതായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ല അതിൻ്റെ ആ ഒരു സീവിയറിറ്റിയോടുകൂടെ ഇപ്പോഴും അത് നിലനിൽക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവയെല്ലാം ദൈവം നിനക്ക് നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ? ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ ജോസഫ് വിശ്വസിച്ചതാണ്, എൻ്റെ ദൈവം ഈ ഒരു വീഴ്ചയെ എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. നോക്കുക, പൊട്ടക്കിണറ്റിൽ ആ അഗാധതയിൽ വീണവനെ പിന്നീട് സഹോദരന്മാർ കാണുന്നത് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതെ, ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, അതേ ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള വിളി പ്രാപിച്ചവരായ വ്യക്തികൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നതായ ഒരു ദൈവം നമുക്കുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുന്നതായ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന പരമാധികാരിയായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും എല്ലാ കാര്യങ്ങളെയും നന്മയ്ക്കാക്കി പ്രവർത്തിപ്പാൻ, പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവ് ഞങ്ങൾക്കായി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവം അവരെ വിളിച്ച ആ വിളിയെക്കുറിച്ച് ബോധ്യമില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തവരായി മറത്തു നിൽക്കുന്നവർ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായ ആളുകളുണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുകയും വാസ്തവമായിട്ടുള്ള ഒരു ദൈവിക വിടുതൽ അവർ അനുഭവിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ആത്മീയ സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ആത്മീക വ്യതിയാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും അത് ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.